Hi dear students, Basics of Entrepreneurship and Business Management എന്ന നമ്മുടെ സിലബസിലുള്ള ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബിസിനസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ +2 കൊമേഴ്സ് എടുത്ത ആളുകൾക്ക് പഠിച്ചിട്ടുള്ള കേട്ടിട്ടുള്ള പല കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിസിനസ്സിനെ കുറിച്ച് എന്താണ് ബിസിനസ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, കാണുന്നുണ്ട്. പക്ഷേ എങ്ങനെയുള്ളതാണ് ബിസിനസ് ആവുന്നത് എന്ന് നമുക്ക് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ബിസിനസ് എന്താണ് ബിസിനസ്സിൻ്റെ പ്രത്യേകതകൾ പോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം, എന്താണ് ബിസിനസ്? വാട്ട് ഈസ് ബിസിനസ്? ബിസിനസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ repeated buying and selling or manufacturing of goods and services with an intention to earn profit which involve the creation of the wealth. എന്താണ് ബിസിനസ്? നമ്മൾ സമ്പാദ്യം ഒരുപാട് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ സമ്പാദ്യം ഉണ്ടാക്കാൻ വേണ്ടി പ്രോഫിറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുക അല്ലെങ്കിൽ വിൽക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കുക എന്നുള്ള ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ലാഭം കിട്ടണമെന്ന ലക്ഷ്യത്തോടു കൂടി സാധനങ്ങളും സേവനങ്ങളും വാങ്ങുക, വിൽക്കുക, ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു റിപ്പീറ്റഡ് സ്വഭാവത്തിലാണെങ്കിൽ, അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, റിപ്പീറ്റഡ് നാച്ചുറൽ ആയിരിക്കണം. ഒരു ദിവസം നമ്മൾ സാധനം വാങ്ങി അത് നമ്മൾ വിറ്റു, പിന്നെ നമ്മൾ അതിന് ആ ചെയ്തതുപോലത്തെ ഒരു പ്രവൃത്തി നമ്മൾ പിന്നീട് ചെയ്തിട്ടില്ല എങ്കിൽ അതൊരു ബിസിനസ്സാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം റിപ്പീറ്റഡ് നാച്ചർ ഉള്ളതാണെങ്കിൽ മാത്രമേ അത് ഒരു ബിസിനസ്സായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി അതിൻ്റെ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. എ ഫാക്ടറി, എ റീറ്റെയിൽ ഷോപ്പ്, എ കമ്മീഷൻ ഏജൻറ്റ്, എ ബ്രോക്കർ. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ സെല്ലിങ്ങോ അല്ലെങ്കിൽ ബയ്യിങ്ങോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങോ നടത്തുന്ന ആളുകളായിരിക്കും. അവരുടെ ലക്ഷ്യം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിലൂടെ അവരെന്ത് ചെയ്യുന്നുണ്ട്? വെൽത്ത് ക്രിയേഷൻ നടത്തുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഫസ്റ്റ് പോയിന്റ്, എക്കണോമിക് ആക്ടിവിറ്റി. ഇവിടെ നമ്മൾ ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ് ഈ ഒരു ബിസിനസ്സിനെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നോൺ എക്കണോമിക് ആക്ടിവിറ്റി ആണെങ്കിൽ അതിനെ നമുക്ക് ബിസിനസ് എന്ന് വിളിക്കാൻ പറ്റൂല. ബിക്കോസ് ഇറ്റ് ഈസ് അണ്ടർടേക്കൺ വിത്ത് ദ ഒബ്ജക്റ്റ് ഓർ ഏർണിംഗ് മണി ഓർ ലിവ്ലിഹുഡ്. ഇവിടെ എന്താണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്? പണം സമ്പാദിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ബിസിനസ്സിനുള്ളത്. ഒരാൾ പണം സമ്പാദിക്കാനല്ല, ഒരു ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എങ്കിൽ അതിനെ നമുക്ക് ബിസിനസ് എന്ന് വിളിക്കാൻ പറ്റൂല. കുറച്ച് ക്യാഷ് നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങി കുറച്ച് ആളുകൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തു, അങ്ങനെയാണെങ്കിൽ അതൊരു ബിസിനസ് അല്ല. കാരണം ഒരു എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അതിലെന്താണ്, ഏർണിംഗ് പ്രോഫിറ്റ് ആയിരിക്കും പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് പോയിന്റ്, പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഇവിടെ ബിസിനസ്സിൽ നടക്കുന്നത് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊക്യൂർമെൻറ്റ്, അത് വാങ്ങലും വിൽക്കലും ആവാം. ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും പ്രൊക്യൂർമെൻറ്റും പ്രൊഡക്ഷനുമാണ് ഇവിടെ ഒരു ബിസിനസ്സിൽ നടക്കുന്നത്. In order to offer the goods for consumption, they must be either produced or procured by the business enterprises. നമ്മുടെ കയ്യിലുള്ള ഏതൊരു ഗുഡ്സ് ആണെങ്കിലും അത് സർവീസസ് ആണെങ്കിലും അത് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയ ആൾ ഒന്നെങ്കിൽ അത് ഉണ്ടാക്കിയതായിരിക്കും, അല്ലെങ്കിൽ അയാൾ പ്രൊക്യൂർ ചെയ്തതായിരിക്കും, എവിടെന്നെങ്കിലും വാങ്ങി അയാളുടെ കൈവശം വെച്ചതായിരിക്കാം. ഇതാണ് ഈ ഒരു പ്രോസസ്സാണ് മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ഗുഡ്സ് മേ ബി കൺസിസ്റ്റ് ഓഫ് കൺസ്യൂമബിൾ ഗുഡ്സ് ഓർ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ഓർ ക്യാപിറ്റൽ ഗുഡ്സ്. ഗുഡ്സ് 3 തരത്തിലുണ്ട്. ഒന്നെങ്കിൽ കൺസ്യൂമബിൾ ഗുഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് ആയിരിക്കും. ഈ 3 ഗുഡ്സിൻ്റെ പേര് ഓർമ്മയിൽ വെക്കുക, നമ്മൾ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. Service include facilities offered to customers in such as transportation, banking, insurance, electricity, etc. ഇവിടെ നമ്മൾ സർവീസ് എന്ന് പറയുന്നത്
കൺസ്യൂമേഴ്സിന് ഓഫർ ചെയ്യുന്ന ഫെസിലിറ്റീസ് ആണ് അല്ലേ. അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ബാങ്കിങ് സർവീസസ്, ട്രാൻസ്പോർട്ടേഷൻ സർവീസസ്, അതുപോലെ തന്നെ ഇൻഷുറൻസ് സർവീസസ് പോലെയുള്ളതെല്ലാം, ഇലക്ട്രിസിറ്റി സർവീസസ്, ഇതൊക്കെ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് അല്ല. ഓക്കെ, അതും എന്താണ്, ഒരു ബിസിനസ് ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്ത ഒരു പോയിന്റ് പറയുന്നതാണ് സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഇവിടെ നമ്മൾ നടക്കുന്നത് എന്താണ്, ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും സെയില് അല്ലെങ്കിൽ എക്സ്ചേഞ്ച്, അതാണ് ഇവിടെ നടക്കുന്നത്. കൈമാറ്റം അല്ലെങ്കിൽ വിൽപ്പന, ഇതാണ് ഇവിടെ നടക്കുന്നത്. ദർ ഷുഡ് ബി സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ബിറ്റ്വീൻ ദ സെല്ലർ ആൻഡ് ബയ്യർ. ഒരു വാങ്ങുന്ന ആളും ഒരു വിൽക്കുന്ന ആളും തമ്മിലുള്ള ഇടപാടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഗുഡ്സും സർവീസും വെച്ചുകൊണ്ട് നടത്തുന്നത്. ഇഫ് ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫോർ പേഴ്സണൽ യൂസ് ഇറ്റ് കനോട്ട് ബി ട്രീറ്റഡ് ആസ് എ ബിസിനസ്. ഇവിടെ ഒരു റീറ്റെയിൽ ഷോപ്പ് ഉടമ അയാളുടെ ഷോപ്പിലേക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്, വിൽക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എന്താണ്, സാധാരണ ഒരു സ്റ്റേഷനറി ഷോപ്പാണ് അയാൾ നടത്തുന്നത്. അപ്പോൾ അയാൾക്ക് അയാളുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് പിന്നെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ്, ഒരു ഫർണിച്ചർ വാങ്ങി. സ്റ്റേഷനറി ഷോപ്പിൽ നമുക്ക് ഫർണിച്ചർ കാണാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഫർണിച്ചർ വാങ്ങി ഇയാളുടെ വീട്ടിലേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഫർണിച്ചർ നമുക്കൊരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട്, ആ ഫർണിച്ചർ വാങ്ങിയത് ബിസിനസ്സിൻ്റെ ഭാഗമല്ല. കാരണം എന്താണ്, അത് അയാളുടെ പേഴ്സണൽ യൂസിന് വേണ്ടി, അത് അയാളുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടി വാങ്ങിയതാണ്. അതുകൊണ്ട് അതൊരു ബിസിനസ്സാക്കി നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഇനി അടുത്ത പോയിൻ്റാണ് പറയുന്നത് റെഗുലർ ഡീലിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എന്താണ്, റെഗുലർ ഡീലിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു ബിസിനസ് ആവാൻ സാധിക്കുകയുള്ളൂ. ബിസിനസ് ഇൻവോൾവ് ഡീലിംഗ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ്. വൺ സിംഗിൾ ട്രാൻസാക്ഷൻസ് ഓഫ് സെയിൽ ഓർ പർച്ചേസ് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് ബിസിനസ്. ഒരൊറ്റ ട്രാൻസാക്ഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങി, നമ്മൾ ഉപയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ അത് ഒരു ബിസിനസ് ആക്കി അല്ലെങ്കിൽ ഒരു ബിസിനസ്സായി കാണാൻ നമുക്ക് പറ്റൂല. നമ്മൾ ഈ പറയുന്ന സാധനങ്ങൾ വാങ്ങിയിട്ട് നമ്മുടെ പരിചയക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ കൺസ്യൂമേഴ്സിന് നമ്മൾ കൊടുക്കുകയാണ്. അവരത് കൊടുക്കുന്നു, പിന്നീട് അടുത്ത സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നു, വീണ്ടും കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സ് ആണെങ്കിൽ മാത്രമാണ് അതൊരു ബിസിനസ്സായി മാറുകയുള്ളൂ. ഓക്കെ, അതാണ് റെഗുലർ ഡീലിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഏർണിംഗ് പ്രോഫിറ്റ്. ഇറ്റ് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ബിസിനസ്. So that the businessman should take all effort to increase the profit by increasing sale volume or reduce cost of production. ഇവിടെ ഒരു ബിസിനസ്മാന് ഒരു ബിസിനസ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഏർണിംഗ് പ്രോഫിറ്റാണ് പ്രധാനപ്പെട്ട ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്. എന്താണ്, ഏർണിംഗ് പ്രോഫിറ്റാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രോഫിറ്റ് പരമാവധി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബിസിനസ്മാൻ ചെയ്യുന്ന എന്തൊക്കെയാണ്, ഒന്ന്, ഇൻക്രീസ് ദ വോളിയം ഓഫ് സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്യിക്കും. അല്ലെങ്കിൽ മറ്റൊരു മാർഗ്ഗമാണ് റെഡ്യൂസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് പരമാവധി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താലും എന്തെയും, ഇവിടെ പ്രോഫിറ്റ് ഇൻക്രീസ് ആവും. അങ്ങനെയുള്ള ഒരു പ്രോഫിറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ആക്ടിവിറ്റീസാണ് നമ്മൾ ബിസിനസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ. നോ ബിസിനസ് ക്യാൻ പ്രെഡിക്റ്റ് ഇറ്റ്സ് ഫ്യൂച്ചർ പ്രോഫിറ്റ് ആസ് ഇറ്റ് ഈസ് അൺസർട്ടൻ. ഓൾസോ ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് ലോസ് ബീയിങ് ഇൻകേർഡ്. ഇവിടെ റിട്ടേണിൻ്റെ കാര്യത്തിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ടായിരിക്കും. അതാണ് ഇവിടെ ഒരു ബിസിനസ്സിൻ്റെ പ്രത്യേകത. ഇപ്പം നമ്മളൊരു ബാങ്കിൽ നമ്മളൊരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിന് സെർട്ടൈൻ പെർസെൻറ്റേജ് ഫിക്സഡ് ആയിട്ട് നമുക്ക് ഇയർലി നമുക്ക് ഒരു റിട്ടേൺ ആയിട്ട് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ 10 ലക്ഷം രൂപ നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഇത്ര എമൗണ്ട്, ഇത്ര പെർസെൻറ്റേജ് നമുക്ക് ഒരു പ്രോഫിറ്റ് ആയിട്ട് കിട്ടുമെന്ന് ഒരിക്കലും തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെ അൺസർട്ടൈൻ ആയിട്ടുള്ള ഒരു റിട്ടേൺ ആയിരിക്കും ഒരു ബിസിനസ്സിൽ ഉണ്ടായിരിക്കുക. ഇനി ലാസ്റ്റ് പോയിന്റ് പറയുന്നത് എലമെൻറ്റ്സ് ഓഫ് റിസ്ക്. Every business is subject to the risk due to various reasons like change in fashion, technological changes, increase in competitions, fire, theft, accident, natural calamities, etc. ഇവിടെ ഏതൊരു ബിസിനസ് ആണെങ്കിലും
പലതരത്തിലുള്ള റിസ്കുകൾ ഫേസ് ചെയ്യേണ്ടി വരും. അതാണ് ഈ പിന്നെ ബിസിനസ്സിൻ്റെ പ്രത്യേകത. നേരത്തെ പറഞ്ഞ പോലെ ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ യാതൊരു തരത്തിലുള്ള റിസ്ക്കും നമ്മൾ നേരിടേണ്ടി വരുന്നില്ല. 0% റിസ്ക് ആണ് എന്ന് തന്നെ നമുക്ക് പറയാം. എന്നാൽ ഒരു ബിസിനസ് ആണെങ്കിൽ അവിടെ റിസ്ക് 100% ഉണ്ടായിരിക്കും. ഇപ്പോൾ നോക്കുക, ഈ സമയത്ത് ബിസിനസ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അവിടെ എന്താണ് അവരുടെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന കോവിഡ് പ്രോട്ടോക്കോളും അല്ലെങ്കിൽ ഈ കോവിഡ് സാഹചര്യങ്ങളും എന്താണ് ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങളും അവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെയാണ് ഈ സമയത്ത് ഏറ്റവും വലിയ റിസ്ക് ആയിട്ട് ബിസിനസ് മാൻ നേരിടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല തരത്തിൽ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം നമുക്ക് പ്രളയം നേരിടേണ്ടി വന്നു അല്ലേ? അപ്പോൾ അതൊരു റിസ്ക്കാണ്. അത് എഫക്റ്റ് ചെയ്യുന്നത് ബിസിനസ്സിനെയാണ്. അപ്പോൾ അത് ആളുകൾ പർച്ചേസ് ചെയ്യാൻ വരാത്ത ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഗോഡൗണ്, നമ്മുടെ ബിസിനസ് സ്ഥാപനം ഇതെല്ലാം ഫ്ലഡിൽ പോവുമോ എന്നുള്ള ഒരു റിസ്ക്, ഇങ്ങനെയുള്ള ഒരുപാട് റിസ്കുകൾ നമുക്ക് നേരിടേണ്ടി വരും. അതാണ് ബിസിനസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് ബിസിനസ്സുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. ഇനി നമ്മൾ അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഇൻഡസ്ട്രി. എന്താണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്? നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, ബിസിനസ് കേട്ടിട്ടുണ്ടാകും, അതുപോലെ ഇൻഡസ്ട്രീസ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? എന്താണ് ഇൻഡസ്ട്രി? ദ ടേം ഇൻഡസ്ട്രി റെഫേഴ്സ് ടു ദാറ്റ് പാർട്ട് ഓഫ് ബിസിനസ് വിച്ച് ഈസ് കൺസേൺഡ് വിത്ത് ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് മെറ്റീരിയൽ. ഇവിടെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഇൻഡസ്ട്രി എന്ന് പറയുന്നതിൽ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡക്ഷൻസ്, ഗുഡ്സിൻ്റെയും മെറ്റീരിയൽസിൻ്റെയും പ്രൊഡക്ഷനിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള പാർട്ട് ഓഫ് ബിസിനസ്സിനെയാണ് നമ്മൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രൊഡക്ഷൻ ആയിരിക്കും. അത് ഗുഡ്സോ അല്ലെങ്കിൽ മെറ്റീരിയൽസോ ആയിരിക്കും. അങ്ങനെയുള്ള സ്ഥാപനങ്ങളെയാണ് നമ്മൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമുക്കൊരു എന്താണ് സാധനങ്ങൾ വാങ്ങി വിൽക്കുന്ന ഒരു പ്രോസസ്സ് നമുക്ക് കാണാൻ സാധിക്കില്ല. അവർ സാധനങ്ങൾ പുതുതായി ഉണ്ടാക്കുന്ന പ്രോസസ്സ് മാത്രമേ അവർ ചെയ്യുകയുള്ളൂ. ഓക്കെ, ഇപ്പോൾ കാർ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഇങ്ങനെ ഇൻഡസ്ട്രി എന്ന് ചേർക്കുകയാണെങ്കിൽ അവിടെ മനസ്സിലാക്കുക അവിടെ ഒരു പ്രൊഡക്ഷൻ മാത്രമായിരിക്കും നടക്കുന്നത്. ഇനി നമുക്ക് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്കിനി അടുത്ത് നോക്കുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രി. പലതരത്തിലുള്ള ഇൻഡസ്ട്രീസ് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തേതാണ് പ്രൈമറി ഇൻഡസ്ട്രി. പ്രൈമറി ഇൻഡസ്ട്രീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈമറി ഇൻഡസ്ട്രീസ് ആർ കൺസേൺഡ് വിത്ത് ദ എക്സ്ട്രാക്റ്റിംഗ്, പ്രൊഡ്യൂസിങ് ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ഇറ്റ് മേ ഫർദർ ബി ഡിവൈഡഡ് ഇൻ ടു എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് ആൻഡ് ജനറ്റിക് ഇൻഡസ്ട്രീസ്. ഇവിടെ പ്രൈമറി ഇൻഡസ്ട്രീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നാച്ചുറൽ റിസോഴ്സസിനെ പ്രോസസ്സ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും ഒരു പ്രൊഡക്റ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക ഓരോ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസിനെയാണ് നമ്മൾ പ്രൈമറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അത് നാച്ചുറൽ റിസോഴ്സസിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത്. അതിനെയാണ് നമ്മൾ പ്രൈമറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ രണ്ട് തരത്തിലുള്ള ഇൻഡസ്ട്രീസ് ഉണ്ട്. ഒന്ന് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് ഉണ്ട്, മറ്റൊന്ന് ജനറ്റിക് ഇൻഡസ്ട്രീസ് ഉണ്ട്. എന്താണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി? എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് ആർ എൻഗേജ്ഡ് ഇൻ ദ എക്സ്ട്രാക്ഷൻ അഥവാ കളക്ഷൻ ഓഫ് യൂസ്ഫുൾ മെറ്റീരിയൽ ഫ്രം ദി എർത്ത് ആൻഡ് സീ. എക്സാമ്പിൾ മൈനിങ്, ഫിഷിംഗ്, അഗ്രികൾച്ചറൽ, ക്വാറിയിങ് എക്സെട്ര. ഇവിടെ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന്, കടലിൽ നിന്ന് നേരിട്ട് നമ്മുടെ എക്സ്ട്രാക്ഷൻ നടത്തുന്നതിനെയാണ് നമ്മളിവിടെ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മൈനിങ് നടത്തുന്നുണ്ട് അല്ലേ? മൈനിങ് നടത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ധാതു ലവണങ്ങൾ നമ്മൾ കണ്ടൻറ്റുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയാണ്. അതുപോലെ ഫിഷിങ്, നമ്മൾ കടലിൽ പോയി നേരെ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഈ ഫിഷ് പിടിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ അതൊരു ഇൻഡസ്ട്രിയാണ്. ഫിഷിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയാണ്. അതിൻ്റെ പേരാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി. അതുപോലെ അഗ്രികൾച്ചർ, ക്വാറിയിങ്, ഇതൊക്കെ ഡയറക്റ്റായിട്ട് നമ്മൾ നാച്ചുറൽ റിസോഴ്സസിനെ ഡയറക്റ്റായിട്ട് നമുക്ക് എടുക്കുകയാണ് അല്ലേ? The examples of the extractive industry. The products of these industries are either directly consumed or used as raw material
ബൈ ദ അതർ ഇൻഡസ്ട്രീസ്. ഇങ്ങനെ നമ്മൾ എടുക്കുന്നത് ഒന്നുകിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അത് കൺസ്യൂം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റെന്തെങ്കിലും പ്രൊഡക്ഷന് വേണ്ടിയുള്ള റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഈ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസിൻ്റെ പ്രത്യേകത. ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അത് ഒന്നെങ്കിൽ റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഡയറക്റ്റ് കൺസ്യൂമബിൾ ഗുഡ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കും. ഇനി അടുത്തത് ജെനറ്റിക് ഇൻഡസ്ട്രി. എന്താണ് ജെനറ്റിക് ഇൻഡസ്ട്രി? Genetic industries are engaged in the reproduction or multiplication of plant and animals. Plant nurseries, poultry farms, cattle breeding farms, etc. ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ നാച്ചുറൽ റിസോഴ്സസിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന പ്രൊഡക്ഷൻസ് നടത്തുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ നടത്തുന്നത് എന്താണ്, നമ്മളൊരു അഡീഷണൽ ആയിട്ട് നമ്മൾ ഒരു വർക്ക് ചെയ്യുന്നതിലൂടെ നമ്മളതിൻ്റെ വോളിയം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു അനിമൽ ഫാം അല്ലെങ്കിൽ പ്ലാന്റ് നഴ്സറീസ് നടത്തുമ്പോൾ അവിടെ ഉള്ള നഴ്സറീസിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, പുതുതായിട്ട് ബ്രീഡിങ്ങും അതുപോലെ പ്ലാന്റേഷനും എല്ലാം നടത്തിക്കൊണ്ട് നമ്മൾ അതിൽ നിന്നും വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ആക്ടിവിറ്റി നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്, ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ വോളിയം നമ്മൾ വർദ്ധിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസിന് നമ്മൾ പറയുന്ന പേരാണ് ജെനറ്റിക് ഇൻഡസ്ട്രീസ്. ഓക്കെ, അതാണ് രണ്ട് ഇൻഡസ്ട്രീസ്, എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ ജെനറ്റിക് ഇൻഡസ്ട്രീസും. ഇനി സെക്കൻഡറി ഇൻഡസ്ട്രീസ്. എന്താണ് സെക്കൻഡറി ഇൻഡസ്ട്രീസ്? ഇറ്റ് ഈസ് ദീസ് ആർ കൺസേൺഡ് വിത്ത് ദ മെറ്റീരിയൽ വിച്ച് ഹാവ് ഓൾറെഡി ബീൻ പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ പ്രൈമറി സ്റ്റേജ്. ഇവിടെ നമ്മൾ നേരത്തെ പ്രൈമറി സ്റ്റേജിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന, പ്രൊഡക്ഷൻ നടത്തുന്ന ഇൻഡസ്ട്രീസിനെയാണ് നമ്മൾ സെക്കൻഡറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അതൊന്നെങ്കിൽ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസിൽ നിന്നും കളക്ട് ചെയ്ത റോ മെറ്റീരിയൽ ആകാം, അല്ലെങ്കിൽ ജെനറ്റിക് ഇൻഡസ്ട്രീസിൽ നിന്നും കളക്ട് ചെയ്ത റോ മെറ്റീരിയൽ ആകാം. അതുപോലെ തന്നെ ഇപ്പോൾ എക്സാമ്പിൾസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ they are again classified into manufacturing industries and construction industries. ഇവിടെ നമ്മൾ അതിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. എന്താണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസും. എന്താണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്? These are concerned with the conversion of raw material into finished goods. ഒരു റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അതാണ് അവിടെ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് നടക്കുന്നത്. റോ മെറ്റീരിയൽ ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയിട്ട് മാറ്റുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോട്ടൺ ഇൻറ്റു ടെക്സ്റ്റൈൽസ്, ടിമ്പർ ഇൻറ്റു ഫർണിച്ചർ, ഇതൊക്കെ എന്താണ്, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ആണ്. ദേ ചേഞ്ച് ദ ഫോം ഓഫ് ഗുഡ്സ്. എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗുഡ്സിൻ്റെ രൂപം മാറ്റിക്കൊണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, മറ്റൊരു ഗുഡ്സ് ഉണ്ടാക്കുന്നത്. റോ മെറ്റീരിയൽ ഇൻറ്റു ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് ദോസ് ക്രിയേറ്റ് ഫോം യൂട്ടിലിറ്റി. Manufacturing industries usually produced the consumer goods such as soap, cloth, toothpaste, etc. ഇവിടെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് കൺസ്യൂമർ ഗുഡ്സും അതിൽ വരുന്നുണ്ട്. അതാണ് സോപ്പ്, ക്ലോത്ത്, ടൂത്ത് പേസ്റ്റ് പോലെയുള്ള ഗുഡ്സുകൾ അതിൽപ്പെടും. ഇൻഡസ്ട്രിയൽ ഗുഡ്സ് സച്ച് ആസ് സ്റ്റീല്, സിമെൻറ്റ്, എക്സെട്ര. ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആയിട്ട് വരുന്നത് സ്റ്റീല്, സിമെൻറ്റ് പോലെയുള്ളത് എന്താണ്, ഈ പറയുന്ന മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ് സച്ച് ആസ് മെഷീനറി ആൻഡ് ടൂൾസ്. നമ്മൾ നേരത്തെ മുകളിൽ 3 ഗുഡ്സ് നമ്മൾ പറഞ്ഞിരുന്നു. ഒന്ന് എന്താണ്, കൺസ്യൂമർ ഗുഡ്സ്, മറ്റൊന്ന് ഇൻഡസ്ട്രിയൽ ഗുഡ്സ്, മറ്റൊന്ന് ക്യാപിറ്റൽ ഗുഡ്സ്. ഇപ്പോൾ ഈ മൂന്നിൻ്റെയും എക്സാമ്പിൾ നോക്കുക. കൺസ്യൂമർ ഗുഡ്സ് എന്തൊക്കെയാണ്? സോപ്പ്, ക്ലോത്ത്, ടൂത്ത് പേസ്റ്റ്. അഥവാ കൺസ്യൂമേഴ്സിനും ആവശ്യമുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. അഥവാ ഡയറക്റ്റ് നമ്മുടെ മനുഷ്യന്മാർക്ക് കൺസ്യൂം ചെയ്യാനുള്ള ഗുഡ്സുകളായിരിക്കും. എന്നാൽ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറയുന്നതോ ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി, അതല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും. അത് സ്റ്റീല്, സിമെൻറ്റ് പോലെയുള്ളതൊക്കെ മറ്റൊരു ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്റ്റീല്, സിമെൻ്റ് ഒക്കെ. ഇനി ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ബിസിനസ്സിലേക്ക് ആവശ്യമുള്ള മെഷീനറീസ്, ടൂൾസ് പോലെയുള്ളതെല്ലാം നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ അണ്ടറിലാണ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുക. ഇതാണ് 3 ഗുഡ്സുകൾ. ഇനി അടുത്തതാണ് നമ്മൾ മാനുഫാക്ചറിങ് ഗുഡ്സ് ഇൻഡസ്ട്രീസ് പറഞ്ഞു. അടുത്തതാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ്. ദീസ് ആർ എൻഗേജ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്, ഡാംസ്, റോഡ്സ്, ബ്രിഡ്ജ്, എക്സെട്ര. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കൺസ്ട്രക്ഷൻ ആയിരിക്കും പ്രധാനമായിട്ട് നടക്കുന്നത്. ബിൽഡിംഗ്, ഡാം, റോഡ് പോലെയുള്ള ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്ന കൺസ്ട്രക്ഷൻസ് ആയിരിക്കും ഇവിടെ നടക്കുന്നത്. ആൻഡ് യൂസ് ഓഫ് പ്രൊഡക്റ്റ്
ഓഫ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ആൻഡ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ്. ഇവിടെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൽ നിന്നും എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ, പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് നടക്കുന്നത്. നേരത്തെ പറഞ്ഞ ഇൻഡസ്ട്രിയൽ ഗുഡ്സിലെ സിമെൻറ്റ്, സ്റ്റീൽ പോലെയുള്ളത് അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന എന്താ പറയുക മണൽ പോലെയുള്ളതെല്ലാം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ കല്ല്, കരിങ്കല്ല്, ചെങ്കല്ല് പോലെയുള്ളത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് നടത്തുന്നത്. അവസാനത്തെ പോയിന്റ് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ടേഴ്ഷ്യറി ഇൻഡസ്ട്രീസ്. ഇവിടെ ടേഴ്ഷ്യറി ഇൻഡസ്ട്രീസ് ആർ പ്രൊവൈഡിങ് സപ്പോർട്ടിംഗ് സർവീസസ് ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇൻഡസ്ട്രീസ്. ഇവിടെ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇൻഡസ്ട്രീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രീസാണ് ടേഴ്ഷ്യറി ഇൻഡസ്ട്രീസ്. ആൻഡ് ഇറ്റ് ഫോം പാർട്ട് ഓഫ് കൊമേഴ്സ്. ഇതും എന്താണ്, ഈ കൊമേഴ്സിന് പാർട്ടായി വരുന്നതാണ്. ഓൾ സർവീസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ ഓക്സിലറി ടു ട്രേഡ്. ട്രേഡിനെ സഹായിക്കുന്ന ഏതൊരു ആക്ടിവിറ്റീസും നമുക്ക് ഈ ഒരു ടേഴ്ഷ്യറി ഇൻഡസ്ട്രീസിൽ നമുക്ക് പറയാൻ സാധിക്കും. അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ, അത് ഈ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമാണ്. അതെന്താണ്, ഒരു ഇൻഡസ്ട്രിയാണ്. ബാങ്കിങ് എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയാണ്. ഇൻഷുറൻസ് പോലെയുള്ളത് ഇവിടെ എന്താണ്, ഒരു സപ്പോർട്ടിംഗ് സർവീസ് ആയിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള സപ്പോർട്ടിംഗ് സർവീസസിനെ ഉൾപ്പെടുത്തുന്ന ഇൻഡസ്ട്രീസാണ് നമ്മൾ ടേഴ്ഷ്യറി ഇൻഡസ്ട്രീസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. fall under this category. ഈ ഒരു കാറ്റഗറിയിലാണ് ഈ പറയുന്ന സപ്പോർട്ടിംഗ് സർവീസസുകളെല്ലാം വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.